അതിപ്പോൾ ഈ അമ്മയുടെ കാര്യം പറഞ്ഞാൽ ഏത് സമയത്തും കണ്ണു നിറയുന്നൊരു സംഭവം ഈ അമ്മയുടെയാണ്. അത് ഏത് അമ്മമാരാണെങ്കിലും ശരി, എനിക്ക് അതൊരു പ്രത്യേക വികാരമുള്ളത്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ ഉള്ള സമയത്ത് നമ്മളാരും സ്നേഹിക്കാറില്ല. ശരിക്കും വരുന്നു നമ്മളവരെ ശ്രദ്ധിക്കാറില്ല. അത് നിങ്ങൾ പലരും ശ്രദ്ധിച്ചു നോക്കും. നമ്മൾ ഓടുകയായിരിക്കും. ഈ ഓട്ടത്തിലും അമ്മ ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ കുട്ടി എന്നെ ഒന്ന് വന്നിട്ടൊന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ഉമ്മ വെച്ചിരുന്നെങ്കിൽ എന്നുള്ളത്. പലപ്പോഴും നമ്മളത് ചെയ്യാറില്ല. ആ ചെയ്യാതിരിക്കുന്നതിൻ്റെ പ്രായശ്ചിത്തം മുഴുവൻ ഇതാ, അമ്മ മരിച്ചിട്ട് 20 വർഷമായി. ഇന്നും എൻ്റെ കണ്ണ് നിറയുന്നത് എന്തുകൊണ്ട്? ആ പ്രായശ്ചിത്തമാണ്. പലപ്പോഴും പോകുന്നത്, അമ്മ ഞാൻ പോയിട്ട് വരാം, ആ പോകുന്ന സമയത്ത് അമ്മ ഞാൻ പോയിട്ട് വരാട്ടെ. ഇത് തമ്മിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 മീറ്ററിൻ്റെ അല്ലെങ്കിൽ 10 അടിയുടെ ഡിസ്റ്റൻസ് ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് അന്ന് നമ്മൾ ആ ഡിസ്റ്റൻസായിട്ട് കണക്കാക്കി. ഇന്ന് ഡിസ്റ്റൻസ് എത്ര പോയാലും അങ്ങോട്ട് അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. കാരണം അമ്മ അത്രയും ദൂരത്തായിരിക്കും. അപ്പം അതുകൊണ്ടാണ് പിള്ളേരോട് ഞാൻ പറയും, പക്ഷേ മേജറിന് ഏറ്റവും അധികം റിഗ്രറ്റ് ഉണ്ടാവുകയും അങ്ങനെ മിസ്സായി പോയ ഹഗ്ഗുകൾ ആയിരിക്കും അല്ലേ? പലപ്പോഴുണ്ട്. അത് നമുക്ക് മിസ് ചെയ്യത് വളരെയധികം. ബിക്കോസ് മറ്റുള്ളവരത് അനുഭവിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം സദസ്സിലും ഈ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയും. അല്ല, നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം, മല്ലിക ചേച്ചി എന്നെ തെറി വിളിച്ചു, എന്തായിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. ഞാൻ എന്താ പറഞ്ഞ്, അതൊരു അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹമൊന്നുമില്ല. അതുകൊണ്ട് മല്ലിക ചേച്ചി ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. മല്ലിക ചേച്ചി എനിക്ക് അത്രയും ഇഷ്ടം. ഞാൻ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും കെട്ടിപ്പിടിച്ച് അങ്ങനെയുള്ള ബന്ധമാണ്. അപ്പം അത് മകനോടുള്ള ഇഷ്ടത്തിൽ നമ്മൾ തേർഡ് പാർട്ടിയായി. അപ്പം ആ മല്ലിക ചേച്ചി ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. കാരണം ഈ അമ്മ എന്താണ്, മകൻ എന്താണെന്നുള്ളത് അത് മിസ് ചെയ്യുന്ന ആളാണ്. അപ്പം അത് ഞാൻ രാജുവിൻ്റെ അടുത്തും കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അത് രാജു കേൾക്കുന്നുണ്ടെങ്കിൽ ആ അമ്മയെ കെട്ടിപ്പിടിക്കാൻ മറക്കണ്ട ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. ഷൂട്ടിങ്ങിൽ ബോംബെയിൽ മാത്രം പോയിരുന്നുകൊണ്ട് കാര്യമില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് വന്നത് കെട്ടിപ്പിടിച്ചു. അപ്പോൾ അമ്മയുടെയും മക്കളുടെയും സ്നേഹത്തിൻ്റെ ഇടയിൽ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗ്ലക്റ്റ് ചെയ്ത ആളാണ് അങ്ങനെയുള്ളൊരു വ്യക്തി. ഉമ്മ എന്ത് പറഞ്ഞു? ഉമ്മ ഞാൻ സംസാരിച്ചില്ല, ഞാൻ പോകണം. ഇല്ല. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ 18-ാം തീയതി ആയിരുന്നു അവൻ്റെ ഫംഗ്ഷൻ. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ എന്തെങ്കിലും ആ ഉമ്മേനെ പോയി കാണണം. ഇതല്ലാതെയും ഉമ്മ എന്നെ കണ്ടിട്ടില്ല കേട്ടോ, ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഉമ്മ ബോധം കെട്ടി കിടക്കായിരുന്നു. ഒരു ഇന്ററാക്ഷൻ പറ്റിയിട്ടില്ല. വാപ്പയായിട്ട് മാത്രമേ ഉള്ളൂ എൻ്റെ ഇൻട്രാക്ഷൻ. അപ്പം ഞാനും മണ്ഡലത്തിൻ്റെ ഞാൻ പറഞ്ഞു, എടാ എന്തെങ്കിലും ആ വഴിക്ക്. അപ്പോൾ ഒന്നാമത്തെ ആ റോഡ് ഇതുവരെയും ശരിയാവാത്തതുകൊണ്ടാണ് ആ വഴിക്ക് പോകാത്തത്. ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം പോവും. എന്നിട്ട് ഞാൻ ഇവരുടെ അടുത്ത് പറയും, നിങ്ങൾ പറയില്ല ആരാണെന്നുള്ളത്. ചിലപ്പോൾ മേജർ രവി എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും, അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും അയാളടുത്ത് കാശ് തന്നതും ശരിയാക്കിയത്. പക്ഷെ നീ നേരത്തെ ചോദിച്ച പോലെ ഇത് പറയാനെന്തിനൊന്നുമില്ല. ഇതിപ്പം പക്ഷേ ഈ കാലഘട്ടം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് മേജർ. ചാരിറ്റി മാർക്കറ്റ് ചെയ്യുന്നവരാണല്ലോ എന്ന്. ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അങ്ങനെ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൊടുത്തുള്ള പൈസയ്ക്കൊന്നും ഒരു കണക്കുമില്ല. എൻ്റെ കയ്യിലുണ്ടെങ്കിലുള്ള എനിക്ക് കൊടുക്കണം. ഇല്ലാത്ത സമയത്ത് അതുണ്ട്. ഇല്ലാത്ത സമയത്ത് പോലും ചോദിച്ചാണല്ലോ എനിക്ക് ആളോട് ദേഷ്യമാണ്. ഇത് കൊണ്ടാടണമെങ്കിൽ ഇല്ലാത്ത സമയത്ത് തന്നെ വന്ന് ചോദിച്ചല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ദേഷ്യം വരുന്നത്. അപ്പം എന്താ കൊടുക്കാൻ പറ്റാത്തതിൻ്റെ. അപ്പം കയ്യിലില്ലാത്ത പ്രശ്നമല്ലോ, ഉണ്ടെങ്കിൽ ഇങ്ങനെ ലാവിഷാണ്. എന്നിട്ടും ഉണ്ടായിരിക്കും, ഒന്നുമില്ല, മിണ്ടാതിരിക്കും, എവിടെയും പോവില്ല, ലാവിഷമല്ല. മറ്റത് വണ്ടിയിലും കുറച്ച് പൈസ ഇടും, എന്നിട്ട് ആരെങ്കിലും കണ്ടു അത് വാങ്ങിച്ചു കൊടുത്തു, ഇത് വാങ്ങിച്ചു. പക്ഷെ ദൈവം എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ കൊണ്ടുവന്ന് തരാറുണ്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ മാർക്കറ്റിംഗ് എന്നുള്ളത് എൻ്റെ ആവശ്യമില്ല. ഇപ്പം നീ എങ്ങനെ അത് അറിഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അറിഞ്ഞില്ല അത് അതെവിടെയെങ്കിലും അറിയും. പലരും അറിയും അത്. ചിലരെനിക്ക് മെസ്സേജ് അയക്കും, സാറ് ഭയങ്കര ദാനിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയും കൂടെ ഇല്ല. അപ്പോൾ ആ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കേണ്ടാവില്ല. ആ സമയത്ത് ആ മെസ്സേജ് കാണുമ്പോൾ പ്രാന്ത്, ഈ സമയത്താണ് അതിന് ഇങ്ങനെ എന്നിട്ട് എവിടെന്നെങ്കിലൊക്കെ മാനേജ് ചെയ്തിട്ട് എന്തെങ്കിലും ചെറുത് ഒരു എമൗണ്ട് അങ്ങ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ സമാധാനമായി. പക്ഷേ ഇപ്പം തന്നാൾ ഇവിടെ സ്റ്റേഷനോട് തന്നെ ഒരു ഓട്ടോക്കാരൻ മരിച്ചൊരു വീണിട്ട് തലയിൽ ഇതൊക്കെ ഇട്ട് അമൃതയിൽ കിടക്കുകയാണ്. അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് വിളിച്ചിട്ട് പറഞ്ഞ്, ഞാൻ പറഞ്ഞ മോനെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലിടാം, എൻ്റെ കൂടെ ഗുഡ് എമൗണ്ട് ഓഫ് മണി. ചിലർ 100 രൂപ അയച്ചിട്ടുണ്ട്, ചിലർ 5000, 6000 രൂപ. എങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ പറയുമ്പോൾ ആൾക്കാർ കൊടുക്കാണ്ടല്ലോ. അയ്യോ, അത് ഇതിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് അറിയില്ല. നമ്മൾ അറിയാതെ ഒരു ജീവൻ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകുമായിരിക്കും. ഇന്നാളൊരു തിരുമേനി എൻ്റെ അടുത്ത് പറയാനും പറ്റ അമ്പലത്തിൻ്റെ ആയതിന് പോയ സമയത്ത്
മൂപ്പർ ആദ്യം ഇങ്ങനെ മൂപ്പർ മനസ്സിലായില്ല കൊണ്ടല്ലേ. കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തത് സാറിൻ്റെ മേജർ റവീസ് അക്കാഡമിയിൽ പഠിച്ചതാണ് കേട്ടോ എൻ്റെ മോളെന്നത്. അത് ഞാൻ ചോദിച്ചു മോളെ എവിടെയെന്ന് ചോദിച്ചു. മോൾക്ക് മെഡിക്കലി ചെറിയൊരു പ്രശ്നമായിട്ട് അവൾക്കത് കിട്ടിയില്ല മിലിറ്ററി. ഇപ്പോൾ എവിടെയെന്ന് ചോദിച്ചു. സാർ ആ ട്രെയിനിങ് ഉപകരിച്ചത് എവിടെയെന്ന് അറിയാം. അവളുടെ കോൺഫിഡൻസ് അവിടെ നിന്ന് ഹൈദരാബാദിലെ എയറോസ്റ്റസ് ആണ് സാർ. അത് കേൾക്കുമ്പോണ്ടല്ലോ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് കൊടുത്ത കോൺഫിഡൻസിൽ ഒരു പെൺകുട്ടി പട്ടാളം കിട്ടിയില്ലെങ്കിലും ഒരു കരിയർ ഉണ്ടാക്കി അവള് വേറൊരു ലെവലിലേക്കാണ് പോയി. അതിനും കംഫർട്ടബിൾ ആയിട്ടുള്ളതും കൂടുതൽ പൈസയുള്ള സ്ഥലത്തേക്ക്. അതാണ്. അതുപോലെ എത്രയോ പിള്ളേർ ഞങ്ങളിപ്പം നാളൊരു പയ്യൻ ഇത് ചിലതൊക്കെ ഞാൻ ഈ ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. നിനക്ക് യോഗ ഉണ്ടെങ്കിൽ നീ യൂണിഫോം ഇടും, അല്ലെങ്കിൽ നീ എത്ര ടഫാണെങ്കിലും ശരി ചിലപ്പോൾ കിട്ടിയില്ല എന്ന്. ഞങ്ങളുടെ ഒരു പയ്യനുണ്ട്, ഹി വാസ് എക്സലൻറ്റ്. ഞങ്ങൾ കൊടുക്കുന്ന സമയം എൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ഞാൻ 5:10 പറയുന്നത്. 5 മിനിറ്റ് 10 മിനിറ്റിൽ ഓടിയെത്തണം. ആക്ച്വൽ എക്സലൻറ്റ് ടൈമിങ് 5:30. ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് 5:10. 5:10 ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 രൂപ ഉണ്ട്. അപ്പം തന്നെ എടുത്ത് കൈ കൊടുക്കും. ഇതൊക്കെ ഇൻസെൻറ്റീവ്. ഈ പയ്യൻ 4:30 ഓടി വരിക. അപ്പോൾ ഇപ്പം പുലിയാണ്. എല്ലാ ടെസ്റ്റും പാസ്സായി, അവസാനം പാസ്സായില്ല. ഇവിടെ എല്ലാം എന്തോ ഒരു മിസ്റ്റേക്കിൽ അല്ല ഇവൻ ഓടി വന്ന് ലാസ്റ്റ് റൗണ്ടിൽ ബോധം കെട്ട് വീണുപോയി. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഫാസ്റ്റ്. അവൻ എഴുന്നേക്കെന്ന് വിളിക്കാം. അപ്പോഴും ആൾക്കാരൊന്നും ഓടി എത്തിയിട്ടില്ല. അവൻ ഫെയിലായ. ഞങ്ങളെല്ലാവരും എൻ്റെ ഇൻസ്ട്രക്ടർ ക്യാപ്റ്റൻ അനിലുണ്ട്, രാജേശ്വരി, എല്ലാ ഇൻസ്ട്രക്ടേഴ്സ് എല്ലാവരും കൂടെ എൻ്റെ സാറേ അത് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന്. അപ്പോഴാണ് ഞാൻ വേഗം അറിയിച്ച് റിക്രൂട്ട്മെൻറ്റിൻ്റെ അറിഞ്ഞപ്പോൾ കോയമ്പത്തൂരിലൊരു TA ബറ്റാലിയൻ്റെ ടെസ്റ്റ് നടക്കുന്നുണ്ട് 4 ദിവസം കഴിഞ്ഞാൽ. ഇവനും അച്ഛനെയും അമ്മയും കൂടെ നേരെ അങ്ങോട്ട് ഓടിച്ച് അവിടെ കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അവരെ എൻറോൾ ചെയ്യിപ്പിച്ച് ടെസ്റ്റ് കൊടുത്ത് ഇറക്കം പാസ്സായിട്ട് എക്സൽ ഇപ്പോൾ പാരാകമാൻഡേഴ്സിലാണ് അത്. അപ്പം നമ്മളൊരു പിള്ളേരുടെ പിറകിൽ അല്ലെങ്കിൽ നമ്മളൊരു ഇപ്പം ഞാൻ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾ 17,500 രൂപ ഫീസ് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ 18,000 ഇപ്പം 20,000 എന്തോ ആക്കിയിട്ടുണ്ടോ. ആക്കിക്കഴിഞ്ഞാൽ ഞാൻ അന്ന് തന്നെ അനൗൺസ് ചെയ്യും എൻ്റെ പിള്ളേർ സെലക്ട് ആവുന്നവർ മുഴുവൻ എത്രയാണെങ്കിലും ശരി ഇവർ പോകുന്ന ദിവസം ഇവർക്ക് ഞാൻ 2,000 രൂപ അല്ലെങ്കിൽ 1,500 രൂപ റീഫണ്ട് കൊടുക്കും. എന്തിനാണ് അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കാനും അവർ വരുന്ന ബ്ലാക്ക് പാൻറ്റും വൈറ്റ് ഷർട്ടും ഷൂസൊക്കെ ഇട്ട് അവിടെ ചെല്ലുമ്പോൾ ഡീസൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട്. അപ്പം നമ്മൾ വാങ്ങിക്കുന്ന ഫീസിന് ഞാൻ പിന്നെയും പറയുമ്പോൾ അപ്പം അത് ചില സമയത്ത് 100 ആയിരിക്കും. അപ്പം എന്തായി നമുക്ക് പോകുന്ന 2,000 2 ലക്ഷം രൂപ പോയിരിക്കും. പക്ഷേ അതിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഈ കുട്ടികൾ വന്നിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്ത പിള്ളേർ നാളെ യൂണിഫോം ഇടാൻ പോവാണ്. അതുപോലെ യൂണിഫോം ഇട്ടിരിക്കുന്ന സമയത്ത് അവർ നമ്മളെ കാണാൻ വരും. അതൊക്കെ ഒരു ഭയങ്കര ഫീലാണ്. നമ്മളൊരു സ്കൂൾ അധ്യാപകന് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. എൻ്റെ ഒരു അധ്യാപകൻ കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ. ഞാൻ ശിവരാസിനെ പിടിച്ചിട്ടുള്ള ആ ഒരു കേസ് കഴിഞ്ഞിട്ട് എൻ്റെ പേപ്പറിൽ ഫോട്ടോ വന്ന സമയത്ത് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അവർ കെട്ടിപ്പിടുത്തത്തിനകത്ത് ഭയങ്കര അവാർഡായിരുന്നത്. ഒരു ചാരിതാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ വെറുത്തിരുന്ന ആളാണ്. ആ